രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് മുൻപായി ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവയ്ക്കാനിരിക്കെ ചന്ദ്രശേഖർ ആസാദ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ വീട്ടിൽ പോയി കണ്ടു. ഒപ്പുവയ്ക്കാൻ പോകുന്ന ഉടമ്പടികളിലെ സാധ്യതകളും നിർദ്ദേശങ്ങളും മറ്റു വ്യവസ്ഥകളും അറിയാനായിരുന്നു അത്. സായുധ വിപ്ലവകാരികളോടുള്ള സമീപനം എങ്ങനെയായിരിക്കുമെന്നതും ആസാദ് അന്വേഷിച്ചു. തുടർന്ന് അദ്ദേഹം ഒരു അഭ്യർത്ഥന അവതരിപ്പിച്ചു. ഗാന്ധി ഇർവിൻ ഉടമ്പടിയിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ ഒരിനമായി ലാഹോർ ഗൂഢാലോചന കേസിലെ പ്രതികളുടെയും ഭഗത് സിംഗ് മുതലായവരുടെയും വിടുതൽ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ വെക്കണമെന്നായിരുന്നു ആ അഭ്യർത്ഥന. ആസാദിനെ സംബന്ധിച്ച് അത് അഭ്യർത്ഥനയായിരുന്നെങ്കിലും ഇന്ത്യൻ ജനതയുടെ പൊതുവായ അപേക്ഷ കൂടിയായിരുന്നു അത്. പിൽക്കാലത്ത് ആസാദിനെ കണ്ട കാര്യം നെഹ്റു ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ആസാദ് ചെയ്യുന്നത് ഭീകരപ്രവർത്തനമാണെന്ന് പറയുക മാത്രമല്ല, ആസാദും കൂട്ടരും ഫാസിസ്റ്റുകളാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു. ആ കൂടിക്കാഴ്ചയെപ്പറ്റി പറയുമ്പോഴെല്ലാം ആസാദ് രോഷാകുലനാകുമായിരുന്നു. നെഹ്റു ഫാസിസ്റ്റ് എന്ന് വിളിച്ചതായിരുന്നു ആസാദിനെ ദേഷ്യം പിടിപ്പിച്ചത്. മാത്രമല്ല, ആസാദിൻ്റെ അഭ്യർത്ഥന നെഹ്റു ചെവിക്കൊണ്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഗാന്ധി ഇർവിൻ സന്ധികളിൽ അങ്ങനെയൊരു ഇനം ഉണ്ടായതുമില്ല. ഭഗത് സിംഗിൻ്റെ വധശിക്ഷ പിന്നീട് നടപ്പാക്കുകയും ചെയ്തു.